അങ്ങനെ പിന്നെ അട്ടപ്പാടിയിൽ വന്നിട്ട് ഈ ഒരു കുന്നിൻ താഴ്വരയിലൂടെ യാത്ര ആരംഭിച്ചു കേട്ടോ. എന്തായാലും ഏകദേശം വൈകുന്നേരമൊക്കെ ആയപ്പോൾ നല്ലൊരു തണുപ്പും നല്ല കാറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കൃഷിസ്ഥലവും ഈ ഒരു കുന്നിൻ ചുവടെല്ലാം കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു വൈബാട്ടോ. അപ്പോൾ എന്തായാലും അട്ടപ്പാടി എന്ന് പേര് കേൾക്കണ മാതിരി അല്ല കേട്ടോ. കാരണം വെച്ചാൽ അട്ടപ്പാടിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാൻ തോന്നില്ല. കാരണം വെച്ചാൽ അത്രയ്ക്കും ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. അങ്ങനെ അട്ടപ്പാടിയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഞാൻ ഇങ്ങനെ യാത്ര ആരംഭിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ പ്ലാനിങ് എങ്ങനെയാണ് ചോദിച്ചാൽ നമ്മളെ ഇവിടെ അടുത്താണ് കേട്ടോ. നമ്മളെ നെഞ്ചിയമ്മയുടെ വീട് ഇവിടെ അടുത്താണ്. അപ്പോൾ എന്തായാലും പോണ പോക്കിൽ ഒന്ന് കാണാമെന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവരുടെ വീട്ടിൽ അവർ ഇല്ല, ഷൂട്ടിങ് പരമായിട്ടുള്ള ഒരു വർക്കിൻ്റെ തിരക്കിലാണെന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പോൾ പിന്നെ ആ ഒരു ഭാഗത്തേക്ക് പോകാൻ നിന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ പോണൊരു വഴിക്കാണ്. നമ്മൾ പോണത് ഇപ്പോൾ എവിടേക്കാണ് ചോദിച്ചാൽ ആനക്കട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലം വരെ പോണച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു വഴിയുടെ ഉള്ളിലാണ് അവരുടെ വീടുള്ളത്. അപ്പോൾ എന്തായാലും മൊത്തത്തിലൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. എന്താ വെച്ചാൽ ചെറിയ ചെറിയ വീടുകളും ഒരുപാട് കൃഷിയിടങ്ങളും അതേമാതിരി തന്നെ കേട്ടോ. അപ്പോൾ എന്തായാലും അതുമാതിരി തന്നെ കേട്ടോ. പോണ പോക്കിൽ നമ്മൾ ഒരുപാട് പശുക്കളെ കണ്ടു കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെ തന്നെ ആളുകളുടെ നിത്യോപയോഗ ജീവിതം പശുക്കളിൽ നിന്നാണെന്ന് ആണ് കേട്ടോ എനിക്ക് അറിയാൻ സാധിച്ചത്. കാരണം വെച്ചാൽ ഒരുപാട് പശുക്കളുണ്ട് ഇവിടെ തന്നെ. അപ്പോൾ ഒന്നും രണ്ടും നല്ല കേട്ടുള്ളത് നമ്മൾ വീഡിയോയിൽ കുറച്ചേ പകർത്തിയിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് പശുക്കൾ രാവിലെ മേഞ്ഞിട്ട് വൈകുന്നേരം തിരിച്ച് അവരുടെ ആയിട്ടുള്ള ആ പാർപ്പിടത്തിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെന്താ ചോദിച്ചാൽ അട്ടപ്പാടിയിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഒറ്റ ദിവസം കൊണ്ടൊന്നും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ അത്രയ്ക്കും ഒരുപാട് സ്ഥലങ്ങൾ കാണാണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം വെച്ചാൽ നമ്മളിവിടെ തന്നെ ഫസ്റ്റ് ടൈമാണ് വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വലിയ ഐഡിയ ഒന്നും ഇല്ല. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരു വന്നിട്ട് നമുക്ക് വൈകുന്നേരം പെട്ടെന്ന് നമുക്ക് തിരിച്ച് മടങ്ങണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ഏകദേശം 1 മണിക്കൂർ മേലെടുത്തു കേട്ടോ. 1.5 മണിക്കൂറിൻ്റെ ഉള്ളിലെടുത്തു. അപ്പോൾ അതാണ് നമ്മളെ ചുരം കയറാനൊക്കെ കുറച്ച് ടൈം എടുത്തല്ലോ. അപ്പോൾ എന്തായാലും വൈകുന്നേരം നമ്മൾ കോടമഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും നമുക്ക് മല ഇറങ്ങണം എന്നാണ് നമ്മുടെ പ്ലാനിങ് ഉള്ളത്. പിന്നെന്താ രസം ചോദിച്ചാൽ കഴുതേനെ നേരിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നേരെ അട്ടപ്പാടിക്ക് പോകുന്നുള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ ഇവിടെ വന്നിട്ട് 1-2 കഴുതോളല്ലാട്ടോ ഉള്ളത്. ഒരുപാട് കഴുതുകളെ ഇവിടെ വന്നിട്ട് കാണാൻ സാധിച്ചു. അപ്പോൾ എന്തായാലും നമ്മളെ ക്യാമറയിൽ ഇപ്പോൾ 1-2 പിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് കഴുതുകളെ നമ്മൾ ഈ ഒരു റൂട്ടിൽ കണ്ടു കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ തന്നെ വളർത്തണ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അട്ടപ്പാടിയിലെ ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ എത്തിപ്പെട്ടത് നമ്മൾ തമിഴ്നാട് അതിർത്തിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ആനക്കട്ടി എത്താറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് കോയമ്പത്തൂരിലേക്കെല്ലാം അടുത്താണ് കേട്ടോ. അതേമാതിരി തന്നെ നമ്മൾ ഇവിടുന്ന് ഊട്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 92 കിലോമീറ്ററിലോട്ടോ ആനക്കട്ടിയിൽ നിന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ ആനക്കട്ടി വരെ പോയിട്ട് നമ്മൾ അവിടെ പോയിട്ട് ഒരു ചായ എല്ലാം കുടിച്ചിട്ട് അതേമാതിരി തന്നെ തിരിച്ചു വരാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചു വരുമ്പോഴേക്കും ഏകദേശം ഇരുട്ടാവുന്നതിന് മുന്നേ വേണം നമുക്ക് മല ഇറങ്ങാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ കോടമഞ്ഞ് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ പിന്നെ ഏകദേശം ഇരുട്ടായപ്പോൾ നമ്മൾ യാത്ര പൂർത്തിയാക്കി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്തൊരു വീഡിയോയും കൂടി കുറച്ചും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.